ഒരു വയ്യാതായി വീണെന്ന് വിചാരിച്ചു അവന്റെ കാര്യം ആര് നോക്കും? ഈ പൈസ എന്നിട്ട് ചെലവാക്കണം. എടാ എത്ര സമയം കൊണ്ടാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കുന്നത്? അമ്മക്കൊരു പഞ്ചുവാലിറ്റി ഇല്ലേ? ഭയങ്കര ലാഗ്. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം കാണുള്ളൂ. നീ കുറച്ച് സമയം കൊണ്ട് നോക്കാം, അവര് വരുമായിരിക്കും. വെയിറ്റ് 5 മിനിറ്റ് നമുക്ക് നോക്കാം. എന്താ പണി എങ്ങനെ ഉണ്ടായിരുന്നു? ഒട്ടും വയ്യടി, കാലൊക്കെ നല്ല വേദന, ഷോൾഡറൊക്കെ ഒട്ടും വയ്യ. എനിക്ക് കൈയെല്ലാം പോയി കണ്ടോ. ഞാൻ നോക്കൂ, നിന്നെയൊക്കെ എത്ര സമയം കൊണ്ടാ നോക്കിയിരിക്കുന്നത്? നമ്മൾ എപ്പോഴും വന്നേന്നറിയാമോ? ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് ഇന്നാണ് നേരത്തെ. ഡേയ് നീ മിണ്ടരുത്. നിന്റെ വീട്ടുകാര് നിനക്ക് തിന്നാൻ തരും. എന്റെ വീട്ടിൽ അങ്ങനെയല്ല. എനിക്കുള്ള ഫുഡ് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അതിന് ഞാൻ പണിക്ക് പോകണം, മനസ്സിലായ? അപ്പൊ നീ എന്റെ അടുത്ത് മിണ്ടരുത് സമയത്തിന്റെ കാര്യത്തില്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ വന്നപ്പോ നിനക്ക് മോടാ. നീ എന്താന്ന് വെച്ചാ ചെയ്തോ പോണ്. എടാ നീ എന്നാലും അവന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. എടാ ജീവിതം എന്ന് വെച്ചാ പലർക്കും പല രീതിയാണ്. ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ്. ഒരു സൈഡ് സുഖവും ഒരു സൈഡ് കഷ്ടവും. ചിലരുണ്ടാ ജീവിതത്തിൽ അവൻ കൂലിപ്പണിക്ക് പോവായിരിക്കും, 800 രൂപ കിട്ടണം. അവന്റെ കൈ നീ കണ്ടില്ല, വെൽഡിങ് പണിക്ക് പോയിട്ട് ആ പെയിന്റ് ഒക്കെ അവൻ 800 രൂപ കിട്ടും. അവയിപ്പോ ഒരു എന്തെങ്കിലും ഒരു വയ്യാതായി വീണെന്ന് വിചാരിച്ചു ജോലിക്ക് പോകണം. ഒരാൾ അവസ്ഥ ഇതാണ്. അവർക്ക് വീട്ടു ചെലവാണ്, ചിലപ്പോൾ ബാക്കി ഒരു 200 രൂപ ആണ്. അത് ഈ ആശുപത്രിയിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വിടുന്ന കിടന്നാൽ പോലും നോക്കാൻ ആരും കാണില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് അവന്റെ കാര്യം നിനക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. അവൻ ജോലിക്ക് പോയാണ് അവന്റെ ഓരോ കാര്യങ്ങൾ നോക്കണം, അവന്റെ ഫിനാൻസ്, അവന്റെ കുടുംബം കൊണ്ടുപോകണം. അവൻ്റെ അടുത്ത് നീ അങ്ങനെ പറയില്ല. അവൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതേ ഭാഗ്യമാണ്. നീ എണീറ്റ് അവനെ സല്യൂട്ട് അടിക്കണം അവൻ വന്നതിനോർത്ത്.